മണ്ണിൻ്റെ ചൂരും വിയർപ്പുചാലുകളും തെളിച്ച് പശ്ചിമഘട്ടത്തിൽ ജീവിച്ചതിനെ സംരക്ഷിച്ചു വരുന്ന ഒരു ജനതയുടെ അധ്വാനമാണിത്. ഇവയുടെ പങ്കുപറ്റുന്ന പരിസ്ഥിതിവാദികളും ലാഭക്കൊതിയന്മാരും കവലപ്രസംഗം നടത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് അവനവൻ്റെ അന്നം കൂടിയാണ്. പരിസ്ഥിതി സംരക്ഷണം ഒരു ജനതയുടെ മാത്രം ഉത്തരവാദിത്തമാകുമ്പോൾ അവർക്ക് കൈവിടേണ്ടി വരുന്നത് സ്വന്തം മണ്ണും ജീവിക്കാനുള്ള അവകാശവുമാണ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണ മാർഗങ്ങൾ. മോനെ ജോർജ് ചേട്ടാ. എന്താ രവി? എന്താ? ഇങ്ങോട്ട് കയറ്റി കിടത്തിക്കോളൂ. എല്ലാരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കുക. ഇതൊരാശുപത്രി കേസാ. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. തൽക്കാലം വേണ്ടത് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ല തമിഴ്നാടിനോട് ചേർക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പശ്ചിമഘട്ട സംരക്ഷണ നിയമങ്ങളുടെ ബാക്കി പത്രമായ കർഷക ആത്മഹത്യ 3000-ലധികം കഴിഞ്ഞു. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കയ്യിലാണെങ്കിൽ കാശുമില്ല. ഡോക്ടറെ കാണിക്കണമെന്ന് വെച്ചാ പട്ടണത്തിൽ പോണം. എല്ലാം നിർത്തിവെച്ചിരിക്കുകയല്ലേ പഹയന്മാര്. സത്യ എന്നാ പറയാനാ? കൃഷിയുടെ ബാക്കി കൂട്ടിയിട്ടിരിക്കുവോ വീട്ടില്. ഒക്കെ ചീഞ്ഞളിഞ്ഞു. റോഡും പോയി, വണ്ടികളും നിർത്തി. കരമെടുക്കാത്തതുകൊണ്ട് സ്ഥലവും ആർക്കും വേണ്ടാതായി. ആർക്കു വേണമെങ്കിലും പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് ചവിട്ടാലോ അല്ലേ? ഇയാളിതുകൊണ്ട് എന്ത് കാട്ടാനാ? ഇതൊക്കെ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണോ? കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാ. നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് വെച്ചാൽ എന്റെ ജോലി കൂടെ തെറിക്കും. ഇവിടെ പറ്റില്ല. വേറെ വല്ല വഴി നോക്ക്. ഇയാളെയൊക്കെ ഇങ്ങോട്ട് കയറ്റൂടെ? താനൊക്കെ കൊണ്ട് തിന്നടോ. അവര് വന്നിട്ടുണ്ട്. കാര്യം വരാൻ പറ. ഹായ്, ഹലോ. ഡോളറല്ലേ? FD ടി പി തന്നല്ലേ? അതെ, കസ്തൂരിരംഗന്റെ ബാക്കി. വിലാപങ്ങൾ ഒരു തീരാ കണ്ണീരാകുമ്പോൾ വിഭാഗീയമായ ഒരു ജനതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പരിസ്ഥിതി സംരക്ഷണ സിദ്ധാന്തം അടിച്ചേൽപ്പിക്കപ്പെടുന്നതിൻ്റെ മറപിടിക്കുന്നത് ആര്? എന്തിന്? ആർക്കു വേണ്ടി? പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണ മാർഗങ്ങൾ. മലനിരകളിലെ അച്ചുപോയ സംസ്കാരങ്ങൾ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവശേഷിച്ച സോദോം ഗൊമോറ അന്നും ഇന്നും ഇനി കസ്തൂരിരംഗൻ റിപ്പോർട്ടിനു ശേഷവും